എല്ലാവർക്കും നമസ്കാരം. ഞാൻ നൗഷാദ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ റംബുട്ടാൻ, നമ്മുടെ നഴ്സറിയിലുള്ള ഒരു റംബുട്ടാനാണ് ഈ കാണുന്നത്. നന്നായിട്ട് ഇത് കാണുന്നില്ലേ, എല്ലാ ഭാഗങ്ങളിലും നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, കായ്ച്ചിട്ടുണ്ട്, അതുപോലെ പൂവുണ്ട്. ഇതിൻ്റെ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെയൊരു റംബുട്ടാൻ പ്ലാന്റിനെ കായ്പ്പിക്കേണ്ടത്, എന്താണ് ഇതിൻ്റെ വളപ്രയോഗം, എന്താണ് ഇതിൻ്റെ പരിചരണം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ തന്നെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. ഇത് കൂടുതൽ പേരിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതെൻ്റെ നഴ്സറിയിൽ ഞാൻ നിലത്ത് സെറ്റ് ചെയ്ത 2 റംബുട്ടാൻ്റെ പ്ലാന്റാണ്. 2 പ്ലാന്റിലും ഇതുപോലെ തന്നെ എനിക്ക് കായ് നന്നായിട്ട് തന്നെ ഞാൻ ബുഷായിട്ട് വളർത്തിയ ഒരു പ്ലാന്റാണ്. ഇത് NIT ഇനത്തിൽപ്പെട്ട റംബുട്ടാൻ്റെ പ്ലാന്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് താഴെ ഭാഗത്തോളം കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ നമുക്കിത് കായ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് ഏറ്റവും നല്ല ഒരുപാട് റംബുട്ടാൻ്റെ വെറൈറ്റികൾ ഇന്നുണ്ടെങ്കിലും നമുക്ക് ഈ NITയുടെ പ്ലാന്റുകളാണ് നമുക്ക് നല്ല രീതിയിൽ, നമുക്ക് ഈ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നല്ല രീതിയിൽ നമുക്ക് ഇതുപോലെ കായ് പിടിച്ച് കിട്ടുന്നത്. അപ്പോൾ എന്താണ് ഇതിന് വളപ്രയോഗം, എന്താണ് ഇതിൻ്റെ പരിചരണം? അപ്പോൾ ഞാൻ ചെയ്യുന്ന വളപ്രയോഗം, ഞാൻ ചെയ്യുന്ന രീതികളാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ എൻ്റെ റംബുട്ടാൻ്റെ പ്ലാന്റിന്, ഞാൻ എൻ്റെ നഴ്സറിയിൽ നേരത്തെ പറഞ്ഞ പോലെ നഴ്സറിയിൽ പ്ലാന്റ് ചെയ്ത തൈകളാണിത്. അപ്പോൾ ഇതിന് ഞാൻ 2 തൈകളാണ് ടോട്ടൽ വെച്ചിട്ടുള്ളത്. ഇതിന് ഞാൻ എന്താണ് പരിചരണം ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഞാൻ എൻ്റെ ഈ റംബുട്ടാൻ പ്ലാന്റിന് വളപ്രയോഗം ചെയ്യൽ. അതിൽ ഒരു പ്രാവശ്യം ഞാൻ ചെയ്യൽ രാസവളവും, ഒരു പ്രാവശ്യം ഞാൻ ചെയ്യൽ ജൈവവളമാണ്. കാരണം നമ്മൾ വെറും ജൈവവളം മാത്രം നമ്മൾ ഈ റംബുട്ടാൻ പോലുള്ള പ്ലാന്റുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ന്യൂട്രിയൻസ് കറക്റ്റ് ചെയ്ത് കിട്ടില്ല. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത്, നമുക്കൊരു സെപ്റ്റംബറിലോ ഒക്ടോബർ മാസങ്ങളിലോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഇത് കാണുന്നില്ലേ, ഈ ഒരു റംബുട്ടാൻ്റെ ഇലകൾ എത്തിയിട്ട് കാണുന്നില്ലേ, ഈ ഒരു ഭാഗത്തിന് വരെ, ഇതിൻ്റെ നേരെ താഴെ വരെ നമുക്കിതിൻ്റെ വേരുകളുണ്ടാവും. ഞാനിതിപ്പോൾ ഇതിൽ നീക്കം ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം ഞാനിത് നഴ്സറിയുടെ മാറ്റ് നിലത്ത് പിരിച്ചതാണ്. ഞാനിത് വളപ്രയോഗം ചെയ്യുന്ന സമയങ്ങളിൽ ഇത് മാടി അതിലേക്ക് ഞാൻ വളപ്രയോഗം തുറന്നു കൊടുത്തിട്ട് വളപ്രയോഗം ചെയ്യാറാണുള്ളത്. അപ്പം ഇത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇതുപോലെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത്, കാരണം ഇതിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയിട്ട് രാസവളം യാതൊരു കാരണവശാലും ഇട്ട് കൊടുക്കരുത്, ഇലകൾ കരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഇലകളുടെ കുറച്ച് ഉൾഭാഗമായിട്ട് നമ്മൾ നിലത്ത് ആദ്യം കംപ്ലീറ്റ് ഒന്ന് തുറന്നു കൊടുക്കുക. തുറന്നു കൊടുത്തതിന് ശേഷം, നല്ല രീതിയിൽ തന്നെ തുറന്നു കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, കുമ്മായം ഇട്ട് നമ്മൾ ആദ്യം pH ബാലൻസ് ചെയ്യേണ്ടതാണ്. മിനിമം നമ്മളൊരു 1/2 കിലോ, ഒരു 5 വർഷം പ്രായമായ തൈയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ചെറിയ തൈകളാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ കുമ്മായം വളപ്രയോഗം ചെയ്യുക. ഞാൻ എൻ്റെ ഈ ഒരു വലിയൊരു പ്ലാന്റിൻ്റെ രീതികളാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുന്നത്. അതായത് നമ്മളൊരു 1/2 കിലോ കുമ്മായം നമ്മളിട്ട് നമ്മൾ ഇതിൻ്റെ pH ആദ്യം ബാലൻസ് ചെയ്യണം. എന്നിട്ട് നമ്മളൊരു 10 ദിവസത്തിന് ശേഷമാണ് നമ്മൾ വളപ്രയോഗം ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 18-18-18, അതായത് NPK നമ്മളൊരു 1/2 കിലോ നമ്മൾ ഇതുപോലെ ഈ ഒരു 5 വർഷം പ്രായമായ തൈക്ക് നമ്മൾ ചുവട്ടിൽ ഇതുപോലെ നമ്മൾ വിതറി ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ചും കൂടെ മണ്ണിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, മൈക്രോ ന്യൂട്രിയൻസും കൂടി നമ്മൾ ഇതിലേക്ക് കൊടുക്കേണ്ടതാണ്. അത് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നിലത്ത് മണ്ണിൽ തന്നെ ഇതുപോലെ നമ്മുടെ NPK കൊടുത്തതുപോലെ തന്നെ നമുക്ക് ഇലകളിൽ വലിയ തൈകളാണെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കൽ ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് ഇലകളിൽ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കിതുപോലെ തന്നെ നമ്മുടെ NPK കൊടുത്തതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, മണ്ണ് കുറച്ച് നീക്കം ചെയ്ത് നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് കൂടി നമുക്കിത് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജൈവവളം കൊടുക്കേണ്ട ഇതുണ്ട്. അതായത് ഇത് കൊടുത്ത്, അതായത് നമ്മുടെ NPK കൊടുത്തു, അതിനുശേഷം മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുക. മൈക്രോ ന്യൂട്രിയൻസും നമ്മൾ അതിൻ്റെ അളവ് പ്രകാരം നമ്മൾ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസ് നമ്മുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ജൈവവളം കൂടി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ വേരിൽ നിന്ന് കുറച്ച് അകലം, അതായത് ആ രാസവളം ഇട്ടതിന് കുറച്ച് അകത്ത വശത്തോട് കൂടിയിട്ട് ഇതേപോലെ നമ്മൾ അത് ഡിസംബർ മാസം, ഏകദേശം നവംബറോ ഡിസംബറോ മാസങ്ങളിൽ നമ്മൾ ജൈവവളം കൂടി നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ 2 കൊട്ട ചാണകപ്പൊടിയും 1 കിലോ എല്ലുപൊടിയും ഒരു 1/2 കിലോ വേപ്പും പിണ്ണാക്കും നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പൊതയിട്ട് കൊടുക്കുക. നമ്മൾ കരിയിലകളോ അതുപോലെ ചപ്പ് ചവറുകളൊക്കെ കൂടി നമ്മളതിൽ ഒരു പൊതയിട്ട് കൊടുക്കുക. കാരണം നല്ല രീതിയിൽ തന്നെ നമ്മളത് നനച്ചും കൊടുക്കുക. നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ജൈവവളം, നമ്മൾ ആ മണ്ണിലേക്ക് നമ്മൾ ജൈവവളം ആയിട്ട് തന്നെ നമ്മളത് ആ കരിയിലൊക്കെ പൊടിഞ്ഞ് റംബുട്ടാന് നല്ല ഗ്രോത്ത് വെച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് തുടങ്ങും. ഏകദേശം നമുക്ക് ജനുവരി ഫെബ്രുവരിയോടുകൂടി തന്നെ നമുക്കിത് പൂവുകളും ഉണ്ടായി തുടങ്ങും. പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യം,
നമ്മൾ ഇതുപോലെ കായ് ആയതിന് ശേഷം ഇത് കണ്ടില്ലേ, നമ്മുടെ ഇത് ഇപ്പോൾ നമ്മൾ ഏകദേശം ഇതിപ്പം മെയ് മാസമാണ്, മെയ് 1 അപ്പോൾ നമുക്കൊരു ജൂണോട് കൂടി തന്നെ നമുക്കിത് പഴുത്ത് കിട്ടാൻ തുടങ്ങും. ഏകദേശം 2-3 മാസം വരെ നമുക്കിതിൻ്റെ പഴങ്ങൾ ലഭിച്ചു തുടങ്ങും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ ഷെയ്പ്പാക്കി നിർത്തണം. കാരണം റംബൂട്ടാൻ്റെ തൈകൾ മുകളിലേക്ക് നമുക്ക് കയറി വിടാൻ പാടില്ല. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിത് വലയിട്ട് കൊടുക്കലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇത് കിളികൾ വന്ന് നമുക്കിതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട്. കംപ്ലീറ്റ് കിളികൾ കുത്തിക്കൊണ്ടുപോകും, നമുക്ക് റംബൂട്ടാൻ്റെ പഴങ്ങൾ നമുക്ക് ലഭിക്കുകയില്ല. അതിന് നമ്മൾ എന്ത് വേണം, വലയിട്ട് സംരക്ഷിക്കേണ്ടതുണ്ട്. വലയിട്ട് സംരക്ഷിക്കണമെങ്കിൽ എന്ത് വേണം, നമ്മളിത് ബുഷാക്കി നമുക്ക് ഇതുപോലെ നിർത്തി കൊടുക്കണം. ഞാൻ ഇത് നേരത്തെ പറഞ്ഞ പോലെ 5 വർഷമായ ഒരു പ്ലാന്റാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റംബൂട്ടാൻ്റെ ഇത് നമ്മളിങ്ങനെ ഓരോ കായ് പറിച്ചെടുക്കാതെ നമ്മൾ കുറച്ച് കയറ്റി നമ്മൾ ഇവിടെ തൊട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഞാനിത് പഴമായതിന് ശേഷം ഞാനിത് കട്ട് ചെയ്യുന്നതും പ്രൂണിങ് ചെയ്യുന്നതും ഒരു വീഡിയോ കൂടി ഞാൻ ഇടുന്നതാണ്. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണം, ഇത് കംപ്ലീറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ, പഴങ്ങൾ കംപ്ലീറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൂണിങ്ങും കൂടിയായി, അത് നമ്മൾ ഷെയ്പ്പാക്കി നിർത്തലുമായി. പിന്നീട് ഇത്രയുമാണ് നമ്മുടെ ഒരു റംബൂട്ടാൻ്റെ ഒരു പരിചരണ രീതി. ഇങ്ങനെ ചെയ്താൽ തന്നെ നമ്മൾ ഈ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം മാത്രമേ നമ്മൾ ഈ ഡ്രമ്മിലോ ചട്ടിയിലോ വെക്കും പോലെ നമ്മൾ എല്ലാ സമയത്തും പരിചരിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് നമ്മൾ വേനൽക്കാലങ്ങളിൽ നല്ല രീതിയിൽ നമുക്ക് നനച്ച് കൊടുക്കുക. ആഴ്ചയിൽ 1-2 നമ്മുടെ ഇലകൾ ഉൾപ്പെടെ നമുക്ക് സ്പ്രേ ചെയ്ത് നനച്ച് കൊടുക്കുക, നല്ല ചൂടിൻ്റെ സമയങ്ങളിൽ. അതുപോലെ നല്ല വെയിൽ വേണ്ട ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ റംബൂട്ടാൻ്റെ പ്ലാന്റ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഒരു റംബൂട്ടാൻ്റെ പരിചരണ രീതി. ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.